70 വർഷത്തിന്റെ പഴമയും പ്രൗഢിയും ഒത്തുചേർന്ന് ഒരു ഗംഭീര ട്രഡീഷണൽ വീടിന് മുമ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ടൈറ്റിൽ കണ്ടു. എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ സുഹൃത്തിന്റെ വീട് കൂടിയാണ്. ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിന്റെ മധ്യത്തിലാണ്. ഒരു സിറ്റിയുടെ ബഹളത്തിൽ നിന്ന് ഒരു എസ്കേപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം അപ്രോച്ച് ചെയ്തേക്കുന്നത്. നല്ല ഇങ്ങനെ മെഴുകി ഇരിക്കുന്ന തൂണ്, അതൊക്കെ പഴയ വീടുകളുടെ പഴയ കുമ്മായക്കെട്ട് വീടിന്റെ ഒക്കെ ഒരു പ്രത്യേകതയായിരുന്നു. മേളിലാണെങ്കിലും മച്ചാണുള്ളത്. ആ മച്ചൊക്കെ അതുപോലെ നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ട്. ആ ഒരു ലൈറ്റും ഒരു ആംബിയൻ ലൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് അടിപൊളിയാണ്. ഇപ്പോൾ ഇത് വന്നിട്ട് നിറ്റ്കോയുടെ ടെറാക്കോട്ട ടൈലാണ്. ഇതൊരു 30x30 സ്ക്വയർ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് പോയത്. പഴയ വീടുകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ് ഒരുപാട് ഡോറുകൾ. ഈ ഒരു ബെഡ്റൂമിന് തന്നെ 3 ഡോറാണ് ഉള്ളത്. ഒന്ന് അവിടെ ഒരു പാസേജിലോട്ട്, ഇത് മെയിൻ പാസേജിലോട്ട്, അതുപോലെ ഈ ഒരു ഡോർ തുറന്നാൽ ലിവിംഗ് റൂമിലോട്ട്. കാണുന്ന ഈ ഒരു പോർഷൻ എല്ലാം അവര് സ്ട്രക്ചറൽ സ്റ്റീലിൽ തന്നെ GA ചെയ്തേക്കാണ്. എന്നിട്ട് ഡാർക്ക് കളറിലെ പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് നമ്മൾ കണ്ട സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ബെഡൊക്കെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെ പഴയ റൂമിനെ മാറ്റിയെടുത്തു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെല്ലാം തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടേ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ബെഡ്റൂമിൽ നിന്നും ഒക്കെ ഈ പൂജാ സ്പേസിലോട്ട്, പൂജാ റൂമിലോട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ മെയിൻ ലിവിങ്ങിൻ്റെ ആ ഭാഗത്തുള്ള പാസേജിൽ, നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള പാസേജിൽ നിന്നും ഈ ഒരു പൂജാ സ്പേസിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. ഇത് കുറച്ച് ആംബിയൻ ലൈറ്റൊക്കെ ആ ഒരു വിഗ്രഹങ്ങളിലോട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചൊരു പ്രഭയൊക്കെ തോന്നി നല്ല രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡോർസ് ആണ്. ഈ 2 ഡോറും നല്ലൊരു ട്രഡീഷണൽ രീതിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഓൾറെഡി നിങ്ങൾ ടൈറ്റിൽ കണ്ടു. എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ സുഹൃത്തിന്റെ വീട് കൂടിയാണ്. അദ്ദേഹം ഇവിടെ പലവട്ടം അതുകൊണ്ട് തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പം ഈ വീട് വാങ്ങിച്ച് ഇത് റീസ്റ്റോർ ചെയ്ത് നല്ല രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുള്ളത്. 2020 ഇതിന്റെ റീസ്റ്റോറേഷൻ നടന്നു. അതിന്റെ ഒരു പഴമയും അതിന്റെ ആ ഒരു ലാളിത്യം ഒന്നും ബാധിക്കാത്ത രീതിയിൽ നല്ല മനോഹരമായിട്ട് ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള ലെയർ 1 ആർക്കിടെക്ട്സ് അല്ലേ, ഇത് നന്നായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം അല്ലെ. അപ്പൊ കൈലാസം എന്ന് പേരിട്ടേക്കുന്ന ഈ വീടിന്റെ മെയിൻ ഗേറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് ഈ ഒരു പാത്വേ കാണാം. ഇവിടെ കൂടുതലും യൂസ് ചെയ്തേക്കുന്ന ഇന്റർലോക്ക് ടൈലായിട്ട് ഇട്ടിരിക്കുന്നത് കടപ്പയുടെ കോബിൾ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭംഗിയുണ്ട്. 2 സൈഡിലും ഒരുപാട് ഗ്രീൻ സ്പേസും അത്യാവശ്യം മതിലിനോട് ചേർന്ന് തന്നെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ബാമ്പു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിലെല്ലാം കലാറ്റി ഒക്കെ പടർന്ന് പന്തൽ ചെയ്യുന്ന നിൽപ്പുണ്ട്. അപ്പൊ നല്ല പ്രൈവസി ഈ വീട്ടിൽ കിട്ടും. മാത്രമല്ല ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് അതിന്റെ പൊടിയുടെ ശല്യമോ കാര്യങ്ങളൊന്നും വരുത്തൂല. വീടിന്റെ ആ ഒരു ഭംഗിക്ക് മാറ്റി കൂട്ടുന്ന ഘടകങ്ങളാണ് ഈ പഴയ മരങ്ങളും ഒക്കെ. അപ്പൊ അവർ മാക്സിമം അത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. പഴയ ഒരു ഫോട്ടോ നമ്മൾക്കിപ്പോ ഇട്ട് കാണിക്കാം. വീടിന്റെ മെയിൻ എലിവേഷനിൽ കാണുന്ന ആ ഒരു റൂഫിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. 2 വലിയ മുഖപ്പൊക്കെ ആഡ് ചെയ്ത് വീടിന്റെ പ്രൗഢി കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ വീടിന്റെ 2 സൈഡിലും ഒരു ഗ്രീൻ സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ മുത്തശ്ശി മാവിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ലെവൽ ഡിഫറൻസ് ഒക്കെ കൊടുത്ത് ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പഴയ കല്ലൊക്കെയാണ്, നല്ല ഒറ്റ പീസ് സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള സീറ്റിംഗ് ഒക്കെ കൊടുത്ത് ഇവിടെ ചായയും ഒക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ചിരിക്കാനൊക്കെ ഉള്ള നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പം അതിനോട് ചേർന്ന് തന്നെ ഇങ്ങോട്ട് കാർ പോർച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അത് പ്രസ് വർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അപ്പൊ അതെല്ലാം വീടിന്റെ ആ ഒരു മെയിൻ എലിവേഷനുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തത്. ഇപ്പൊ ഇങ്ങോട്ടായാലും ഒക്കെ ബാക്കിലോട്ട് ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ സ്പേസ് എല്ലാം അവർ പേബിൾസ് ഇട്ട് നല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയല്ലേ. ഈ ഒരു തൂണും ഒക്കെ നല്ല ഇങ്ങനെ മെഴുകി ഇരിക്കുന്ന തൂണ്, അതൊക്കെ പഴയ വീടുകളുടെ പഴയ കുമ്മായക്കെട്ട് വീടിന്റെ ഒക്കെ ഒരു പ്രത്യേകതയായിരുന്നു. പില്ലേഴ്സ് ഇങ്ങനെ അടുക്കി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അവർ അതിന്റെ മുകളിലൊക്കെ വുഡിന്റെ തടിയിൽ തീർത്തേക്കുന്ന ക്യാപ്പിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഗസീബോയും കൂടെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറാം. അപ്പൊ ഇവിടും ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം. എന്നാലും അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ മെയിൻലി പോയേക്കുന്ന അതേ ഫ്ലോർ ടൈൽ തന്നെയാണ് ഇവിടും പോയേക്കുന്നത്. ചിലപ്പോൾ അത്ര ഗ്രാനൈറ്റ് ഫിനിഷ് ഉള്ള പടികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്ലേറ്റ് ഫിനിഷിലുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നേർക്കായിട്ട് തന്നെയാണ് ഇവിടെ ഒരു ബുദ്ധയൊക്കെ ഇരുത്തിയേക്കുന്നത്. അതിന്റെ ബാക്കിൽ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിന്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ബുദ്ധയുടെ വേറൊരു പ്രത്യേകത, ഈ ബുദ്ധ നമ്മുടെ ഈ വീടിന്റെ ഈ ഭാഗത്തെ ഡോറ് തുറക്കുന്നത് നേരെ കാണുന്നത് ഈ ബുദ്ധയാണ്. അപ്പൊ അത് അകത്തുനിന്ന് കാണുമ്പോൾ
കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും കണ്ടോ, ഒരു കുട്ടി മാവ് കണ്ടോ. കുട്ടി മാവ് എന്ന് പറഞ്ഞാൽ നല്ല പഴയ മാവാണ്, നല്ല തടിച്ചു കൊരുത്ത് ഉണ്ടയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ പ്രായത്തിന്റെ ഒരു ഭംഗിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഈ വീടിന്റെ റൂഫ് ടൈല് മാത്രം പഴയതെടുത്തിട്ടുള്ളവര് ബാക്കി പഴയ കഴുക്കോലും തടിയുടെ ദ്രവിച്ചു പോയ ഭാഗങ്ങളെല്ലാം മാറ്റി അവരിപ്പോ ട്രസ് വർക്കിലാണ് നിർത്തിയിരിക്കുന്നത്. പഴയ ഓടെടുത്ത് അത് പിന്നെ പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് വളരെ നീളത്തിലുള്ള വരാന്തയാണ്. പഴയ വീടിന്റെ ഒക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് നല്ല വരാന്ത. അപ്പൊ ഈ പടിഞ്ഞാറൻ വെയിലൊക്കെ അടിച്ചിട്ട് ഉള്ള ഈ വെയിലും നിഴലും ഒക്കെ കണ്ടില്ല, അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ മരങ്ങളുടെ ഇടയ്ക്കൂടെ വരുന്ന വെയില് ഇവിടെ വീണ് കിടക്കുന്നതൊക്കെ കാണാൻ. ഈ മച്ച് കാണുന്ന ഈ ഒരു പോർഷൻ എല്ലാം അവര് സ്ട്രക്ചറൽ സ്റ്റീലിൽ തന്നെ GA ചെയ്തേക്കാണ്. എന്നിട്ട് ഡാർക്ക് കളറിലെ പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന ടൈലനാണ് വീടിൽ ത്രൂ ഔട്ട് പോയേക്കുന്നത്. ഇവരുടെ പഴയ വീട്ടില് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മൊസൈക്കും പിന്നെ ടെറാക്കോട്ടയൊക്കെ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് വന്നിട്ട് നിറ്റ്കോയുടെ ടെറാക്കോട്ട ടൈലാണ്. ഇതൊരു 30x30 സ്ക്വയർ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. അപ്പൊ ഈ ഒരു കളറും പിന്നെ ബോർഡറായിട്ട് പോയേക്കുന്ന ഈ ഒരു ബ്ലാക്ക് ടൈലിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവരെന്താ ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ലും ഈ ഒരു കാസ്റ്റ് അയണിന്റെ ഗ്രില്ലും ഇതൊക്കെ അവർ ഓൾറെഡി തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഷേപ്പുകളും മറ്റുമൊക്കെ തടിയൊക്കെ ആയാലും പഴയതും മിക്കതും അവർ ജനലുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഷട്ടേഴ്സ് ഒക്കെ ഇല്ല, പഴയ തടിയിൽ വന്നിട്ട് ഇതെല്ലാം പെയിന്റഡ് ആയിരുന്നു. അപ്പൊ അവരതെല്ലാം പെയിന്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ആ തേക്കിന്റെ ഒക്കെ ഗ്രെയിൻസ് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ബ്യൂട്ടി ഉണ്ട്. അത് എന്നിട്ട് ഒരു മാറ്റ് ഫിനിഷ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കയറുന്നതല്ല ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഇപ്പൊ അവർ മെയിൻ എൻട്രൻസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അവിടെയാണ് അവരൊരു ഫോർമൽ ലിവിംഗ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഭാഗത്തെ മച്ചല്ല അവർ പഴയത് തന്നെയാണ് അവർ റീറ്റെയിൻ ചെയ്തേക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു ഭാഗവും നല്ല രസമില്ല. ഇവിടെ ആയാലും അവിടെ കണ്ട പോലെ തന്നെ ഉള്ള ലൈറ്റിങ്ങിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ വീഴുന്നതിന്റെ ഭംഗിയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ ടീക്ക് വുഡിന്റെ ചെയർ ആണ് കൊടുത്തിരിക്കുന്നത്. കെയിൻ വീവിംഗ് ഒക്കെ ചെയ്തൊക്കെയാണ്. പിന്നെ ഇതൊക്കെ അവർ പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്ന കൺസോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്വിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡെക്കോർ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഓവർ ആക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല, വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പേസിന്റെ സൈഡിലോട്ട് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, പൂജാ സ്പേസ് വരുന്നുണ്ട്, പിന്നെയും വേറെ ബെഡ്റൂം വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ ആക്സസ് ചെയ്യാം, അകത്തൂടെ കയറി വരാം. അപ്പൊ ഇനിയിപ്പോൾ ഫോർമൽ ലിവിംഗ് മുതലുള്ള കാര്യങ്ങളൊക്കെ മീനു കാണിച്ചു തരും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുറ്റത്തു നിന്നും ഈ ലിവിംഗ് റൂമിലോട്ട് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാസേജ് വന്ന രീതിയിലും ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനെ കുറച്ചുകൂടെ അടിപൊളിയാക്കുന്ന അല്ലെങ്കിൽ ഇതിന് ആ ഒരു പഴമ നൽകുന്ന 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്രാമഫോണൊക്കെ പഴയ ട്രഡീഷണൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുഖപ്പൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു മ്യൂറൽ പെയിന്റ് ഒക്കെ കൊടുത്ത് അതുപോലെ അതിന് ചേരുന്ന രീതിയിലുള്ള കുറച്ച് ഫർണിച്ചറും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു റഗ് ഇട്ടിട്ടുണ്ട്, ഒരു ജൂട്ടിൻ്റെ ഒരു ഇത്. അതുപോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെസലും ഒക്കെ വെച്ച് ഒരു കോഫി ടേബിളും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു നല്ല TV കൺസോളൊക്കെ കൊടുത്ത് TV ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് നമുക്ക് TV ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഏരിയ. ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് ആ സെയിം ഫ്ലോർ ടൈലുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു 6 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ്. ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പഴയ ഒരു രീതിയിൽ തന്നെ ഇതിന് ഒരു രത്തൻ ഫിനിഷ് ഒക്കെ ചെയ്ത് അങ്ങനെ ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ചെയറും ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മേളിലായിട്ട് കോട്സ് മെറ്റീരിയലും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഡെക്കോർ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. അതുപോലെ വെളിച്ചമൊക്കെ കയറുന്ന ഒരു ജനലും ഒക്കെ സൈഡിലായിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡോറുകളിലും നമ്മൾ കാണുന്ന ഒരു പഴയ ലുക്കൊക്കെ ഉള്ളൊരു, നമ്മൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഓവൽ ഷേപ്പിൽ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തായിട്ട് കിച്ചണിലോട്ടുള്ള ഒരു ആക്സസ് ആണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലാണെങ്കിലും ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്ലീനിങ് പർപ്പസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് വോളിലൊക്കെ ടൈലുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വോൾ ടൈലാണ്. ഇപ്പോൾ ഇവിടെ അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്പ്ലാഷ് ആയിട്ട് ടൈലും ഒക്കെയാണ്, കൗണ്ടർ ടോപ്പിലും ഒക്കെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഷട്ടർ ഒക്കെ കൊടുത്ത് ഇതിനകത്തിൽ ഗ്രൈൻഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഫ്രിജറേറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം ലാമിനേറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് 2 സൈഡിലും നല്ല രീതിയിൽ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ ഇവിടെ ഒരു വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് സ്ലാബായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മേളിലാണെങ്കിലും മച്ചാണുള്ളത്. ആ മച്ചൊക്കെ അതുപോലെ നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ട്. ആ ഒരു ലൈറ്റും ഒരു ആംബിയൻ ലൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് അടിപൊളിയാവുന്നുണ്ട്.
ഈ ഒരു കബോർഡൊക്കെ ആണെങ്കിലും ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് അവർ അത് റിസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് കാറ്റും വെളിച്ചവും ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഡൈനിങ് സ്പേസിലേക്ക് കിട്ടും. ഇതുപോലെ ബാക്ക് യാർഡിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കണ്ട നിറ്റ്കോയുടെ ടൈല് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആണെങ്കിലും മുറ്റത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കടപ്പ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ പെബിൾസ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിനൊരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അവിടെയാണ് കിണറും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ വീട്ടിലെ. പിന്നെ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കുറച്ച് റൂംസ് ഇത് പഴയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിപ്പോൾ അത് യൂട്ടിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് വലിയൊരു പാസേജിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ ഒരു പാസേജിൽ മുകളിൽ മച്ചുണ്ട്. അപ്പോൾ ആ മച്ചിൻ്റെ ഇവിടെ ഒരു ചരിവ് ഇങ്ങനെ കാണാം. അപ്പോൾ ആ ഒരു ചരിവിനെ മറയ്ക്കത്തക്ക രീതിയിൽ ഇവിടെ അവർ അലൂമിനിയം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാർസ് കൊടുത്തിട്ടുണ്ട്. ബാർസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഡക്റ്റുകൾ പോയിട്ടുള്ള AC-യുടെ ഡക്റ്റ് പോയിട്ടുള്ള കുറച്ച് ഏരിയ അവരിങ്ങനെ ഹിഡൻ ആക്കി വെച്ച് അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലോട്ട് കയറാം. ഈ ഒരു പാസേജിൻ്റെ സൈഡുകളിലായിട്ടാണ് റൂമുകൾ വരുന്നത്. അപ്പോൾ തന്നെ അതൊരു വേറൊരു ഭംഗിയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് അടുക്കിങ്ങനെ ഡെക്കോർ ലൈറ്റ്സ് ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് കയറാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ഇവിടെ ആൻറ്റിക് ആയിട്ടുള്ള ഒരു മിറർ ഡ്രസ്സിംഗ് ടേബിൾ അടക്കം ഇവിടെ ഉണ്ട്. അതുപോലെ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു അൽമാരിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പഴയ അതിൻ്റെയൊക്കെ ഹൈറ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ മിററും എല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ആണെങ്കിലും നമുക്ക് ഡ്രസ്സിംഗ് ടേബിളാകും അതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല ഡെക്കോർ ലൈറ്റൊക്കെ കൊടുത്ത് കറക്റ്റ് ഫേസിലേക്ക് നമുക്ക് ലൈറ്റൊക്കെ കിട്ടി ഒരുങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ആക്സസ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പാസേജ് നമുക്ക് കാണാം. മുമ്പേ ടുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പാസേജാണ്. അപ്പം നമ്മൾ വീടിൻ്റെ മുറ്റത്തെ ആ ഒരു പാസേജിൽ നമുക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടെയും നല്ലൊരു ഡെക്കോർ ലൈറ്റ് ഒക്കെ കൊടുത്ത് പിക്ചേഴ്സൊക്കെ കൊടുത്ത് വോളും വളരെ നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബഹളമൊന്നുമില്ല. വളരെ നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു. ഈ ഫർണിച്ചറൊക്കെ ആണെങ്കിലും ഇപ്പം അവർ റിസ്റ്റോർ ചെയ്തപ്പം നല്ലപോലെ ചെയ്തെടുത്തിട്ടുള്ള ഫർണിച്ചറുകളാണ്. അതുപോലെ നീറ്റായിട്ടൊരു ബെഡ്ഷീറ്റൊക്കെ കൊടുത്ത് 2 സൈഡ് ടേബിളും ഒക്കെ ഇട്ട് അങ്ങനെ ഈ ഒരു ബെഡ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഈ ഡോറിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാക്ഷിയിട്ടാണ് ഇത് ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പഴയ വീടുകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ് ഒരുപാട് ഡോറുകൾ. ഈ ഒരു ബെഡ്റൂമിന് തന്നെ 3 ഡോറാണ് ഉള്ളത്. ഒന്ന് അവിടെ ഒരു പാസേജിലോട്ട്, ഇത് മെയിൻ പാസേജിലോട്ട്, അതുപോലെ ഈ ഒരു ഡോറ് തുറന്നാൽ ലിവിങ് റൂമിലോട്ട്. അങ്ങനെയാണ് പണ്ടത്തെ വീടുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് നമ്മൾ കണ്ട സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ബെഡൊക്കെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡിന്. അതുപോലെ ഇവിടെ ഒരു ബേ വിൻഡോ കണക്ക് ഇവിടെയായിട്ട് 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ നല്ല വീതിയിലുള്ള നല്ല നീളത്തിലുള്ള 2 വിൻഡോകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വെളിച്ചവും കാറ്റും ഒക്കെ ഈ ഒരു ബെഡ്റൂമിലോട്ട് കിട്ടുന്നു. അതുപോലെ മേളിലാണെങ്കിലും മച്ചിന് പകരമായിട്ട് ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു കബോർഡുകളൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുള്ളത് പ്ലൈയിൽ മൈക്ക ലാമിനേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ഫ്ലോറിംഗ് ആണെങ്കിലും നമുക്ക് വുഡൻ പ്ലാങ്ക്സിന്റെ ആ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. ഗ്രേ കളറിൽ വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷനും കൊടുത്ത് ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള വാഷും ഒക്കെ കൊടുത്ത് അപ്പം ഇങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഒരു സൗകര്യവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററും അതിനൊരു സൈഡ് ടേബിളും ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാസേജിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. 2 സൈഡിലും നമ്മൾ ഭയങ്കര കോസി ആയിട്ട് ഉള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡോറ് കാണുന്നത് നമ്മൾ പൂജാ റൂമാണ്. അത് നമുക്ക് മുന്നീന്നേ ഉള്ളൂ ആക്സസ്. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലല്ല അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറിനോട് ചേർന്നാണ് അവർ പൂജ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീടിന്റെ മുൻഭാഗത്തു നിന്നേ പൂജാ റൂമിലേക്ക് ആക്സസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമാണ് പൂജാ റൂമിന് ശേഷം. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാനാണെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ 3 ഡോറുകൾ കിട്ടും. ഒന്നെന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള പൂജാ റൂമിൽ നിന്ന് ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറാം. അതുപോലെ മെയിൻ പാസേജ്, അതായത് മുന്നിൽ കാണുന്ന പാസേജ് വഴിയും കയറാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇത്. അതുപോലെ ഞാനിപ്പോൾ കയറി വന്ന പാസേജിൽ നിന്നുള്ള ഒരു ഡോറാണ് ഇത്. അപ്പോൾ അങ്ങനെ 3 ഡോറുകളാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്.
ഇവിടെ അവർ കബോർഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ലാമിനേറ്റ് ചെയ്ത് പ്ലൈലും വയ്ക്കുക, ലാമിനേറ്റ് ചെയ്ത് അവർ ഈ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിം കട്ടിലുകളെല്ലാം സെയിം ആണ്. നമ്മൾ കണ്ട ഒരേ പാറ്റേണിലുള്ള കട്ടിലുകൾ തന്നെയാണ് ഈ ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല വെളിച്ചം കിട്ടത്തക്ക രീതിയിലും മുറ്റത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ ഭാഗത്തിനുള്ള ഒരു ജനലൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ മുന്നിലത്തെ പാസേജിലേക്കുള്ളൊരു ആക്സസും ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് കിട്ടും. അവിടെ ഇപ്പോൾ ആരെങ്കിലും റോഡിലൊക്കെ വന്നാലോ അല്ലെങ്കിൽ റോഡിൽ നിന്ന് നമ്മുടെ മുറ്റത്ത് എത്തിയാലോ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിൽ അവർ കുഷ്യനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ എല്ലാം, അതായത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെ പഴയ റൂമിനെ മാറ്റിയെടുത്തു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെല്ലാം തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടേ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നല്ല തണുത്ത നല്ല കൂളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മച്ചെന്ന് പറയുന്നത് ആ ഒരു വുഡും നമ്മുടെ നാച്ചുറൽ വുഡും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ആണെങ്കിൽ ആ ടെറാക്കോട്ട ടൈല്, പിന്നെ നല്ലപോലെ കാറ്റും വെളിച്ചവും കയറുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഇങ്ങനെയുള്ള വീടുകൾക്കുണ്ട്. നമ്മൾ ബെഡ്റൂംസ് എല്ലാം കണ്ടു കഴിഞ്ഞു, ലിവിങ് കണ്ടു, നമുക്ക് കിച്ചൺ കണ്ടു. അങ്ങനെ ഈ വീട്ടിലെ പെട്ടെന്നുള്ളൊരു ഹോം ടൂറാണ്. അതുപോലെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവർ യൂട്ടിലിറ്റി വാഷ് മെഷീനും ഒക്കെ വെച്ചിട്ട് ഇവിടെ അയൺ ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കും. വാഷിംഗ് മെഷീൻ ഇതിനടിയിലും അയൺ ടേബിളും അവിടെ അങ്ങനെ രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടുകളിലൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് നൊസ്റ്റടിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഈ എലമെന്റ്സ്. അപ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്, വളരെ എലഗൻ്റ് ആണ്. ഒരു ഗ്ലോസി ടൈപ്പ് പെയിന്റ് ആണെന്ന് തോന്നുന്നു വോളിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഷൈനിങ് ഉണ്ട്. അതുപോലെ ഈ ഒരു വുഡൻ കളറുമായിട്ടൊക്കെ അതൊരു ബ്ലെൻഡായി പോകുന്നുണ്ട്, ഒരു പഴയ ലുക്ക് കിട്ടുന്ന രീതിയിൽ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വീടിന്റെ ഹോം ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ബെഡ്റൂമിൽ നിന്നും ഒക്കെ ഈ പൂജാ റൂമിലോട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ മെയിൻ ലിവിങ്ങിന്റെ ആ ഭാഗത്തുള്ള പാസേജിൽ, നമ്മുടെ വീടിന്റെ മുന്നിലുള്ള പാസേജിൽ നിന്നും ഈ ഒരു പൂജാ സ്പേസിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. അത്യാവശ്യം വലിയ വിശാലമായ നല്ല രീതിയിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പൂജാ സ്പേസ് ആണ്. നല്ലൊരു വിളക്കുമൊക്കെ വെച്ച് അങ്ങനെ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആംബിയൻ ലൈറ്റൊക്കെ ആ ഒരു വിഗ്രഹങ്ങളിലോട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചൊരു പ്രഭയൊക്കെ തോന്നി, നല്ല രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡോർസ് ആണ്. ഈ രണ്ട് ഡോറും നല്ലൊരു ട്രഡീഷണൽ രീതിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു, എല്ലാ ഡോറുകളിലും ഈ ഡിസൈനാണ് കാണുന്നത്. ഇതൊരു 70 വർഷം പഴക്കമുള്ള വീടാണ്. ഇതിന്റെ ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ ഒരു റെനോവേഷൻ എന്ന രീതിയിലാണ് ഞങ്ങളിലേക്ക് എത്തുന്നത്. 2020 ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 കംപ്ലീറ്റ് ആയി. ഈ 70 വർഷം പഴക്കമുള്ള ഈ സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഡിസൈൻ പാലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ കണ്ടംപററി ലൈഫ് സ്റ്റൈലായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അപ്രോച്ച് ആ രീതിയിലായിരിക്കും. എന്നുവെച്ചാൽ ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് അല്ല ഇത്. റെനോവേഷൻ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും കറക്റ്റ് വാക്ക്. എന്നാൽ നമ്മൾ ഇതിന്റെ അകത്ത് എന്താ പറയാ, പഴയതായിട്ട് ഒന്നിനെയും മാറ്റം വരുത്തിയിട്ടില്ല. എലമെന്റ്സ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. പഴയ വീടുകളുടെ ഫീൽ എന്ന് വെച്ചാൽ പഴയ ഇരുട്ടും തണുപ്പും അതെല്ലാം നിലനിർത്തി തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഈ പ്രോജക്റ്റിൽ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിന്റെ മധ്യത്തിലാണ്. ഒരു സിറ്റിയുടെ ബഹളത്തിൽ നിന്ന് ഒരു എസ്കേപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം അപ്രോച്ച് ചെയ്തേക്കുന്നത്. ഇതിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിന്റെ മുമ്പത്തെ എക്സിസ്റ്റിംഗ് ഫോട്ടോസ് എല്ലാം റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗിന്റെ കണ്ടീഷൻ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ഔട്ട്ഡോർ സ്പേസ് പോലെ നമ്മൾ ഗസീബോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഔട്ട്ഡോർ ലിവിംഗ് സ്പേസ് എന്നുള്ള രീതിയിൽ അവർക്കത് ഈ ഒരു ഗ്രീൻ എൻവലപ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ഇപ്പൊ ഇതിന്റെ ഇന്റീരിയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറാക്കോട്ട ടൈലായിട്ട് റിസംബ്ലൻസ് വരുന്ന വെറ്റ് ടൈൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോർസ് കാര്യങ്ങളൊന്നും അങ്ങനെ എക്സ്ട്രാ അതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. എക്സിസ്റ്റിംഗ് ഡോർസ് തന്നെ നമുക്ക് അതിന്റെ ഒറിജിനൽ ഫോം എന്താണോ അതിനെ കുറച്ചുകൂടെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് അതിനെ എത്രത്തോളം നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം റീറ്റെയിൻ ചെയ്തിട്ടുള്ള ഇതിൽ തന്നെയാണ്. ഇൻ കേസ് ഇപ്പൊ എല്ലാം പ്ലെയിൻ പെയിന്റ് പോലെ ഇനാമൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒറിജിനൽ അതിന്റെ വുഡ് വേർഷൻ എല്ലാം പുറത്ത് വരുന്ന, അങ്ങനെ ആക്ച്വലി 1-2 സ്ഥലങ്ങളിൽ നമുക്ക് പല ഏരിയയിൽ വുഡാന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതേപടി റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം സിറ്റ് ഔട്ടിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കാസ്റ്റ് തന്നെ പണ്ട് ആ വീട് പണിഞ്ഞ സമയത്ത് തന്നെ ഉള്ള ഗ്രില്ലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് അതിന്റെ ടോപ്പ് കോൺക്രീറ്റ് ആയിരിക്കും, ടോപ്പിൽ ബീമൊക്കെ കോൺക്രീറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ പയ്യെ ചുരണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് തടിയാണ്. വീടിന്റെ ഹാഫ് സ്റ്റേജ് എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഇങ്ങനത്തെ എലമെന്റ്സ് എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്.